എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വിഭവം മരുന്ന് സൂപ്പ്, ആട്ടിൻ സൂപ്പ്. മരുന്നിന് ഉപയോഗിക്കുന്ന രീതിയിൽ ആട്ടിൻ സൂപ്പ്. ഇത് കൂടുതലായിട്ടും പ്രസവരക്ഷയ്ക്കുള്ള ആട്ടിൻ സൂപ്പാണ് നമ്മൾ ചെയ്യുന്നത്. മരുന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആട്ടിൻ സൂപ്പാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ 1/2 കിലോ റിബ്സിൻ്റെ ഭാഗമാണ് ഇന്നിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതൊരു 4-5 കപ്പ് സൂപ്പിനുള്ള ചേരുവകളാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ ചേരുവകളിലെല്ലാം മാറ്റങ്ങൾ വരുത്തുക. നമ്മളതിൽ മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന സ്പൈസസും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ആദ്യം തന്നെ ചേർക്കുന്നത് ഒരു 5 ഏലക്ക, അതുപോലെ ഒരു ജാതിപത്രിയുടെ ഒരു ചെറിയൊരു പോർഷൻ, 4-5 ഗ്രാമ്പു, ഒരു ചെറിയ തക്കോലത്തിന്റെ ഒരു പകുതി ഭാഗം, 1 ടീസ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, കറുവപ്പട്ട 1.5 ഇഞ്ച് നീളത്തില്, 1/2 ടീസ്പൂൺ സാജീരകം, 1/2 ടീസ്പൂൺ കരിഞ്ജീരകം, 1/2 ടീസ്പൂൺ അയമോദകം. ഇത് നമ്മുടെ വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് അയമോദകം. ജാതിക്ക, ഒരു ചെറിയ ജാതിക്കയുടെ ചെറിയൊരു കഷ്ണം മുറിച്ചത്. ഇത്രയും സ്പൈസസ് നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. സ്പൈസസ് എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് സൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് 1/2 കിലോ ആട്ടിറച്ചി, അതിൻ്റെ വാരിയലിൻ്റെ ഭാഗമാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് എല്ലോട് കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളില്ല. ഇതിലേക്ക് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചത്, 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്. നമുക്ക് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി നമുക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും എരിവും നമുക്ക് സൂപ്പ് ആയതിനു ശേഷം വീണ്ടും വേണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാൻ 4 കപ്പിനുള്ള വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ശരിക്കും ഇത് ഉരുളിയിലാണ് ചെയ്തെടുക്കേണ്ട. വലിയ ഉരുളിയിൽ ഒരു ദിവസം മുഴുവനും ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ സാഹചര്യങ്ങൾ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ കുക്കറിലേക്ക് ആക്കിയത്. ഇനി വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് അങ്ങാടി മരുന്നുകൾ കൂടി നമുക്ക് ചേർക്കാം. നമുക്കിത് കുക്കർ അടച്ചു വെച്ച് ഒരു 12 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഏകദേശം 15 വിസിലോളം പോയി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിൻ്റെ പ്രഷർ പോകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 വിസിൽ പോയി കഴിഞ്ഞിരുന്നു. അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് പതിയെ തുറന്നു നോക്കാം. മട്ടനും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അത് തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലൊരു തുണിയിലോ ഇതിലോ നന്നായിട്ട് ഇത് ശരിക്കും പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവനും നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ സൂപ്പ് മരുന്ന് ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യുമ്പോൾ, പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ, പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം 45 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് സൂപ്പ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അത് നമ്മുടെ ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ലഞ്ചിന് ഇടയ്ക്കുള്ള സമയത്തോ അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള സമയത്തോ ഏതെങ്കിലും ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ നമ്മൾ സൂപ്പ് കുടിക്കാൻ ശ്രമിക്കുക. അത് സൂപ്പ് കുടിച്ചതിന് ശേഷം 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒരു കാരണവശാലും വെള്ളമോ വേറെ ഭക്ഷണ സാധനങ്ങളോ ഉപയോഗിക്കാതിരിക്കുക. ആദ്യത്തെ കുറച്ച് നാളുകൾ ആഴ്ചയിൽ 5 ദിവസം വെച്ചും, പിന്നീട് ആഴ്ചയിൽ 3 ദിവസം വെച്ചും, പിന്നീട് ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ടും നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. സൂപ്പ് നന്നായിട്ട് തിള വന്നു. മട്ടനും അതുപോലെയുള്ള ഇതെല്ലാം നന്നായിട്ട് അതിനകത്ത് ഇഴുകി ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നല്ലൊരു തുണിയിലോ നമുക്കിത് ശരിക്കും ഇത് പിഴിഞ്ഞെടുക്കണം. ഈ മട്ടന്റെ എല്ലാ ഇതിൽ നിന്നും നമുക്ക് അതിൻ്റെ അകത്തുള്ള എല്ലാ അംശങ്ങളും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് പിഴിഞ്ഞെടുത്തിട്ട് വേഗം വരാം. സൂപ്പ് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇനി ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുടിക്കാം. പക്ഷേ നമുക്ക് മരുന്നായിട്ട് കഴിക്കുമ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഏതെങ്കിലും ഉണങ്ങിയ കുപ്പിയിൽ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം. എത്ര ദിവസം വേണേലും ഇരുന്നോളും. നമുക്ക് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ഇതനുസരിച്ച് അത് ചൂടാക്കിയാൽ മതി. ചൂടാക്കുന്ന സമയത്ത് ഒരിക്കലും അത് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി.
നമ്മൾ സൂപ്പ് കുടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള സൂപ്പ് എടുക്കുക. അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ 4 കപ്പ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നു. നെയ്യ് ചൂടായി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കണം. അത് നന്നായിട്ട് ഒരു ക്രിസ്പി ആവുന്ന രീതിയിലേക്ക് ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി വളരെ നൈസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഇഞ്ചി വളരെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില നമ്മൾ ശരിക്കും കടിച്ച് ചവച്ച് കഴിക്കണം. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയ്ക്കും അതുപോലെ മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനെല്ലാം ഏറ്റവും ഉത്തമമാണ് കറിവേപ്പില കഴിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമ്മൾ 8-10 ചെറിയ ഉള്ളി ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റിയത് ഇതെല്ലാം നമുക്ക് ഈ സൂപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പ്രസവ രക്ഷയ്ക്കും മരുന്നായിട്ടും യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല ആട്ടിൻ സൂപ്പ് നമ്മളിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുത്തു. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.